എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. പരിഷ്കരിച്ച കേരള സംസ്ഥാന ലോട്ടറിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പരിഷ്കരിച്ച ഭാഗ്യക്കുറി ഒരു വൻ തട്ടിപ്പാണ്. വിൽക്കുന്ന ടിക്കറ്റിൻ്റെ പകുതിക്ക് മുകളിൽ തുക സർക്കാരിനും ബാക്കി വരുന്നത് മാത്രം ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് നൽകുന്ന ഒരു വൻകൊള്ള. ഉദാഹരണത്തിനായി ഞായറാഴ്ച നറുക്കെടുക്കുന്ന ഈ സമൃദ്ധി ഭാഗ്യക്കുറി ഈ ടിക്കറ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അത് ഒരാൾക്കാണ് ഈ ഒന്നാം സമ്മാനം 1 കോടി കൊടുക്കുന്നത്. രണ്ടാം സമ്മാനം 75 ലക്ഷം രൂപ ഒരാൾക്കും, മൂന്നാം സമ്മാനം 25 ലക്ഷം ഒരാൾക്കും, നാലാം സമ്മാനം 1 ലക്ഷം രൂപ വെച്ച് 12 പേർക്കും, അഞ്ചാം സമ്മാനം 5000 രൂപ വെച്ച് 19,440 പേർക്കും, ആറാം സമ്മാനം 1000 രൂപ വെച്ച് 32,400 പേർക്കും, ഏഴാം സമ്മാനമായ 500 രൂപ 1,10,160 പേർക്കും, എട്ടാം സമ്മാനമായ 100 രൂപ 2,13,840 പേർക്കും, ഒമ്പതാം സമ്മാനമായ 50 രൂപ 2,78,640 പേർക്കും നൽകുന്നതായി ഈ ടിക്കറ്റിൻ്റെ മറുഭാഗത്ത് മലയാളത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിക്കുന്ന ടിക്കറ്റുകൾ 12 പരമ്പരകളിൽ 108 ലക്ഷം ടിക്കറ്റുകൾ. ഒരു ടിക്കറ്റിൻ്റെ വില 50 രൂപ. അപ്പോൾ ആകെ വരവ് 54 കോടി രൂപ. പ്രൈസ് മണിയായി പുറത്തു കൊടുക്കുന്നത് 24,12,51,000 രൂപ. സർക്കാരിന് ലഭിക്കുന്ന ലാഭമോ അത് 29,87,49,000 രൂപ സർക്കാരിന് ലാഭം ലഭിക്കുന്നു. ഇത് ലോട്ടറിയാണോ പിടിച്ചുപറിയാണോ എന്ന് ടിക്കറ്റ് എടുക്കുന്ന പാവങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് കച്ചവടക്കാരിൽ നിന്നുള്ള പ്രതികരണം ഒന്നാരായാം. ഇത് കൃഷ്ണകുമാർ. ഇദ്ദേഹം ലോട്ടറി വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് നമ്മുടെ ഇപ്പോഴത്തെ ലോട്ടറിയുടെ രീതിയെക്കുറിച്ചും അതിൻ്റെ സമ്മാന ഘടനയെക്കുറിച്ചും ചോദിക്കാം. കൃഷ്ണകുമാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അടുത്ത സമ്മാന ഘടന പറയുവാണെങ്കിൽ സമ്മാനമൊന്നുമില്ല. സാധാരണപ്പെട്ടവർ സാധാരണക്കാരാണ് ഈ ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ അവർക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുവാണ് ദിവസവും. അപ്പം സമ്മാനം മാറ്റം വരുത്തണം, അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. സമ്മാനം മാറ്റം വരുത്തണം എന്നുള്ളതാണ് കൃഷ്ണകുമാറിന് പറയാനുള്ളത്. അതുപോലെ ഇതിൻ്റെ വില വർദ്ധിച്ചതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വില ഒരു ടിക്കറ്റിന് 10 രൂപ വെച്ച് വർദ്ധിച്ചപ്പോൾ പഴയ ടിക്കറ്റിൻ്റെ പോലും പ്രൈസ് ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഈ കച്ചവടത്തെ ഇത് ബാധിക്കുന്നുണ്ടോ? കച്ചവടത്തെ നല്ലോണം ബാധിക്കുന്നത്. ടിക്കറ്റ് തീരാൻ ഭയങ്കര പാടാണ്. ഈ ഇപ്പോൾ 50 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന ഒരാളിന് അവസാന സമ്മാനം എന്ന് പറയുന്നത് 50 രൂപയാണ്. ആ 50 രൂപ നിർത്തുന്നതാണോ നല്ലത്, അതോ അത് തുടരണമെന്നുള്ളതാണോ? ഇല്ല, ആ 50 രൂപ മാറ്റിയിട്ട് 5000 കൂട്ടുകയും 2000 അതിനകത്ത് വരുത്തുകയും ചെയ്യും. ഓക്കെ. ഇത് അറുമുഖ ലോട്ടറി ഏജൻസീസ് നടത്തി വരുന്ന ശശിലേഖ. അവിടെ നിന്നും ഏജൻസി എടുത്തും ആ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കച്ചവടം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് പ്രഭാകരൻ. ഇപ്പോഴത്തെ ഈ സമ്മാനഘടനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സമ്മാനഘടനയെ കുറിച്ച് പറയാനുള്ളത്, സമ്മാനഘടന ആദ്യത്തെ സമ്മാനഘടനയായിരുന്നു ഏറ്റവും നല്ലത്. ഇപ്പം ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് ടിക്കറ്റിന് 50 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ സമ്മാനങ്ങൾ കൂട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ സമ്മാനങ്ങൾ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ 50 രൂപയുടെ ഈ പ്രൈസ് ഓരോരുത്തർ വലിച്ചു കളയുകയാണ്. അത് നോക്കാതെ പോലും വലിച്ചു കളയുകയാണ്. ഈ 2 മണിക്കാണ് 3 മണിക്കാണ് നറുക്കെടുക്കുന്നത്. ആ ഈ 3 മണിക്ക് മുമ്പ് നിങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് മുഴുവൻ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. ഇപ്പോഴും കയ്യിലിരിക്കുന്ന ഒരു 60 ടിക്കറ്റോളം കയ്യിലിരിപ്പുണ്ട്. കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2:30 മണിയായി. 3 മണിക്ക് നറുക്കെടുക്കുകയാണ്. സമൃദ്ധിയുടെ ടിക്കറ്റാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പോഴും 60ഓളം ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിച്ചമിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെന്താണ് ഇതിന് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ ഇതിനെക്കുറിച്ച്? ഇപ്പോഴത്തെ ഭരണഘടന ഈ ഭരണത്തിനെ കുറിച്ച് എന്ത് അഭിപ്രായം പറയാനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ലോട്ടറി നിർത്തിക്കൊണ്ട് പഴയ ലോട്ടറി തന്നെ ആക്കുന്നതാണ് ഏറ്റവും ഭംഗി. ഇത് സാമീസ് ലക്കി സെൻറ്റർ ഹരിപ്പാടാണ്. അതിൻ്റെ ഓണർ അദ്ദേഹമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ലോട്ടറിയുടെ അതിൻ്റെ വില വർധനവിനെക്കുറിച്ചും അതുപോലെ സമ്മാനഘടനയെക്കുറിച്ചും നമുക്കൊന്ന് ചോദിക്കാം. അദ്ദേഹത്തിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സമ്മാനം ഒരു ഭാഗ്യക്കുറി അടിച്ചു കഴിഞ്ഞാൽ ആ കാശിനെ സേവ് ചെയ്യാൻ പറയത്തില്ല. അത് ഗവനിച്ചിട്ടുണ്ടോ? ശരിയാണ്. ഒരു ഭാഗ്യക്കുറി അടിച്ചാൽ ഷേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് അടുത്ത് വേണ്ടി വരും. തീരെ കുറഞ്ഞ 60 രൂപ കൊടുക്കണം. അപ്പുറത്ത് ഷേവ് ചെയ്യുന്നതിന് 60 രൂപ, ലോട്ടറി അടിച്ച 50 രൂപ 50 രൂപ കിട്ടത്തില്ല. 50 രൂപ മുടക്കിൽ 50 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അത്തരം ഒരു തരം താഴ്ന്ന പ്രൈസ് ഇത് ഓരോരുത്തരും കരഞ്ഞെടുത്തുകൊണ്ട് പോകുന്നു. അവർക്ക് സന്തോഷിക്കാനൊന്നുമില്ല. നേരത്തെ 40 രൂപ ആയിരുന്നപ്പോൾ നടന്ന ബിസിനസിൻ്റെ അത്രയും ഇപ്പോൾ ബിസിനസ് നടക്കുന്നുണ്ടോ? ഒരിക്കലും നടക്കത്തില്ല. മിക്കവാറും ഇത് അടച്ചു പോകുന്ന ലക്ഷണത്തിലാണ്. ഈ എടുക്കാതിരുന്ന പൈസ ഇപ്പം മിച്ചം ഓരോരുത്തരുടെ കയ്യിലിരിപ്പുണ്ട്. അത് വാരിക്കൂട്ടി അവർക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇനി ഈ ടിക്കറ്റ് എടുക്കാതിരുന്നാലില്ല, ഈ ഒരേ ദിവസവും ചിലവായ കാശ് ഒന്നിച്ച് എണ്ണമ്പോൾ അവർ തന്നെ അന്തം വരും. ഈ ഭാഗ്യക്കുറി വേണ്ടെന്ന് അവർ തീരുമാനിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ വില വർധനവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വില വർധനവിന് എല്ലാ ഉപ്പും ഓയിൽ കർപ്പൂരം വരെ ആർക്ക് എന്ത് വില വേണേലും കയറ്റി എടുക്കാം. എല്ലാത്തിനും വില കൂടിയെന്ന് പറഞ്ഞ് ആർക്ക് തന്നെ ഇനി അടുത്ത മാസം 60 ആക്കിയാലും കുറച്ച് ദിവസം ജനം പ്രതികരിക്കും. അത് കഴിഞ്ഞ് അവരങ്ങെടുക്കും. സർക്കാരിനറിയാം എല്ലാവരും കണക്കണിപ്പെട്ട് കിടക്കുവാന്ന്. അപ്പോൾ ഭാഗ്യക്കുറി അടിച്ചെങ്കിലേ നിലനിൽക്കാനൊക്കത്തുള്ളൂ. ഭാഗ്യക്കുറി അടിച്ചെങ്കിലേ നിലനിൽപ്പുള്ളൂ. വസ്തു വിൽക്കാനില്ല, ലോൺ എടുക്കാൻ ഒന്നുമില്ല. പിന്നെ ഭാഗ്യക്കുറി വില എടുക്കുന്ന കാശിന് കൊണ്ടുവന്ന് ടിക്കറ്റ് എടുക്കുക. പക്ഷേ അവർക്ക് 50 രൂപ പോലും അടിക്കുന്നില്ല. 50 രൂപ അടിച്ചാൽ അവർക്ക് സേവ് ചെയ്യാൻ പിന്നെയും കടം മേടിക്കണം. കേരള ഭാഗ്യക്കുറി ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞ് സേവ് ചെയ്യാൻ തികയാത്ത ശമ്പളം പ്രൈസ് അത് എങ്ങനെ എന്തൊരു. അപ്പോൾ ഈ പ്രൈസിൻ്റെ അളവ് കൂട്ടണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പ്രൈസിൻ്റെ അളവ് കൂട്ടുക, അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ വില കുറയ്ക്കുക. വില കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. വില കുറയ്ക്കാൻ പറ്റത്തില്ല. എല്ലാവരും വില കൂടിയ സാധനം തിരക്കി നടക്കുന്ന സമയമായിപ്പോൾ ലോകം അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഒരു പ്രൈസ് അടിച്ചാൽ സേവ് ചെയ്യാൻ തികയത്തില്ല എന്ന് പറഞ്ഞാൽ ഈ നാണം കെട്ട രീതിയെ ജനങ്ങളുടെ മുന്നിൽ ഇവർക്ക് എന്ത് പറയാനുള്ളത്? അപ്പോൾ പറയുകയാണെന്ന് ഇതൊരു പിടിച്ചു പറയുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പിടിച്ചു പറയുകയാണെന്ന് പറയാം. LIC ചേരുമ്പോഴേ LIC ചേരുമ്പോൾ അരിയുടെ കാശാണ് കൊടുക്കുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ ചീനിയെ മേടിക്കാൻ പറ്റും. അത്രേ 19-20 വർഷം കഴിഞ്ഞ് പിള്ളേർ ജനിക്കുമ്പോഴേ അവർ ചേരുന്നു. പക്ഷെ ആ കാശിന് അന്ന് ചീനിയെ മേടിക്കാനൊക്കെ അരിയുടെ കാശ് അവർക്ക് കൊടുക്കും. അത്തരം തരം താഴ്ന്ന പണിയാണ് സർക്കാരിൻ്റെ എല്ലാം. ഓക്കെ. ഇത് തമ്പുരാട്ടി ഏജൻസീസ് നടത്തി വരുന്ന സുരേഷ് കുമാർ. ഇപ്പോഴത്തെ ലോട്ടറിയെക്കുറിച്ചും ലോട്ടറിയുടെ എൻ്റെ സമ്മാന ഘടനയെക്കുറിച്ചുമുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അദ്ദേഹത്തിനുള്ള നമുക്ക് ആ വിവരങ്ങളും ചോദിച്ചു നോക്കാം. സുരേഷ്, ഇപ്പോഴത്തെ ഈ സമ്മാന ഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വില വർധനയെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്? സമ്മാനഘടന വെറും ഇതായിട്ടുള്ളതാണ്. വില വർധന ഇപ്പോൾ ടിക്കറ്റെല്ലാം കൂടുതൽ വാങ്ങിച്ചു വരികയാണ്. എല്ലാ കച്ചവടക്കാരുടെ ടിക്കറ്റൊക്കെ ഒത്തിരി 'വില വർദ്ധിപ്പിച്ചതിനെ കുറിച്ചോ?
വില വർദ്ധനനുസരിച്ചുള്ള പ്രൈസ് കൂട്ടിയിട്ടില്ല. പ്രൈസ് 5000, 2000 അങ്ങനെയൊക്കെയുള്ള പ്രൈസുകളെല്ലാം കുറവാണ്. അതുകൊണ്ട് കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്. അത് ബിസിനസ്സിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. നേരത്തെ ഈ 40 രൂപ ആയിരുന്ന സമയത്ത് ടിക്കറ്റുകൾ മിച്ചം വരാറുണ്ടായിരുന്നു. വരാറില്ല. അന്ന് നല്ല ഇതായിരുന്നു. നല്ല ടിക്കറ്റ് എല്ലാം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ 50 രൂപയാക്കുകയും അതുപോലെ തന്നെ 50 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ഒരാളിന് 50 രൂപ പ്രൈസ് അടിക്കുകയും ചെയ്താൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? 50 പ്രൈസ് അവരെ കളിയാക്കുന്നത് വലിയ വന്നാണ് അവരെല്ലാവരും പറയുന്നത്. പ്രൈസ് അപ്പോൾ സുരേഷിൻ്റെ, അതായത് നമ്മുടെ ഏജൻസിയിലെ സുരേഷിൻ്റെ അഭിപ്രായം പറയുന്നത് ഈ 50 രൂപ എടുക്കുന്ന ആളിനെ കളിയാക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇന്ന് നറുക്കെടുക്കുന്ന, അതായത് ഞായറാഴ്ച നറുക്കെടുക്കുന്ന സമൃദ്ധി ടിക്കറ്റിൻ്റെ മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് എല്ലാ ടിക്കറ്റിൻ്റെയും കാര്യങ്ങളാണ് ഈ പറയുന്നത് എല്ലാം തന്നെ. മറ്റെന്തെങ്കിലും ഇപ്പോഴത്തെ വേറെ എന്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ലോട്ടറിയെ സംബന്ധമായ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ, ലോട്ടറിയെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ലോട്ടറിയുടെ സമാനഘടനയായിട്ട് മാറ്റം വരുത്തണം. അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് നിർത്തി കച്ചവടം. ഇത് അവരുടെ ഇത് കൊണ്ടുപോകാനൊക്കെ എന്നും നഷ്ടമാണ്. 10-30 എടുക്കുന്നവർക്ക് ഒരു ബാലൻസ് വരുന്നുണ്ട്. പിന്നെ കടത്തിലോട്ട് പോകുന്നതുകൊണ്ട് കുറെ പേരൊക്കെ നിർത്തി. പൊതുവെ എല്ലാം കൊണ്ടും മോശമാണ്. താങ്ക് യു സുരേഷ്, താങ്ക് യു.